മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്നത് ഇന്ന് ഇപ്പോൾ വലിയ മാർക്കറ്റുള്ളൊരു മേഖലയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും അതല്ലാതെയും പലതരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കിങ്ങിനിടെയുണ്ടായ ഒരു സംഭവമാണ് ഔട്ട് ഓഫ് ഫോക്കസ് അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത്. റോട്ടറി ഇൻ്റർനാഷണൽ ബിസിനസ്സുകൾക്കായി, അതായത് ബിസിനസ് വ്യവസായികൾക്കായി ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു. ആ കോൺക്ലേവിൽ മോട്ടിവേഷൻ സ്പീക്കിങ്ങിനായി ക്ഷണിച്ചത് പ്രശസ്ത ബിസിനസ് മോട്ടിവേഷൻ സ്പീക്കറായ അനിൽ ബാലചന്ദ്രനെയായിരുന്നു. പക്ഷെ അനിൽ ബാലചന്ദ്രൻ അവിടെ വേദിയിലെത്തി സംസാരിക്കുന്നതിനിടെ അവിടെ പങ്കെടുക്കാനെത്തിയവർക്ക് നേരെ ചീത്ത വിളിക്കുന്നു, തെറി അഭിഷേകം നടത്തുന്നു. അതിങ്ങനെ തുടർന്ന് വന്നതോടെ കണ്ടു നിന്നവർക്ക് തീരെ പിടിക്കാതെയായി. അവർ നിയന്ത്രണം വിട്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. അനിൽ ബാലചന്ദ്രനെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ആ പരിപാടി ആകെ അലങ്കോലപ്പെടുകയാണ് ചെയ്തത്. തുടർന്ന് ഈ സംഘാടകർ തന്നെ എത്തുന്നു. ആ പരിപാടി പിന്നെ നിർത്തിവെക്കുകയാണ് ചെയ്തത്. സംഘാടകർ പറയുന്നത് ഇത് തുക മുൻകൂറായി അനിൽ ബാലചന്ദ്രൻ വാങ്ങി, അതിനുശേഷമാണ് ഈ രീതിയിൽ മോശം പെരുമാറ്റം അനിൽ ബാലചന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ്. എന്തായാലും അതിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലടക്കം വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അജിംസ, അനിൽ ബാലചന്ദ്രന് തീരെ മോട്ടിവേഷൻ ഇല്ലാതായി പോയോ? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് നഗരത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ പോസ്റ്റർ കണ്ടിരുന്നു. ഈ ഇത് മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള അനിൽ ബാലചന്ദ്രൻ നിങ്ങളോട് സംസാരിക്കുന്നു. എല്ലായിടത്തും ഇങ്ങനെ പോസ്റ്ററാണ്. അപ്പോൾ എനിക്കതൊരു ക്രിഞ്ച് അടിച്ചു. ഒന്ന്, സാധാരണ രീതിയിൽ അങ്ങനെ ഒരു മോട്ടിവേഷൻ പരിപാടി വെക്കുകയാണെങ്കിൽ അത് വ്യാപാരികളാണല്ലോ ചെയ്യുന്നത്, ബിസിനസ്സുകാരാണ്. അവരാരും അങ്ങനെ ചെയ്യില്ല. മണിക്കൂറുകൾ ലക്ഷങ്ങൾക്ക് വിലയുള്ള ഒരാളെ ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് അവർ തന്നെ പോസ്റ്റ് അടിക്കില്ല. അത് അവർക്ക് തന്നെ മോശമാണല്ലോ. അപ്പോൾ ഞാൻ ഇത് ആലോചിച്ചത് ഇങ്ങനെ എന്തായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും പ്രാഞ്ചിയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അതങ്ങനെ മൈൻഡ് ചെയ്തില്ല. 1-2 പോസ്റ്റർ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഇന്നലെ ഈ സംഭവം, ഈ വീഡിയോകൾ റീസർച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സംഘാടകർ ചിലർ സംസാരിക്കുന്ന ചില വീഡിയോ കണ്ടു. അപ്പോൾ അത് കാണുമ്പോൾ അവർ പറയുന്നത് ഈ 2 മണിക്ക് നടക്കേണ്ട പരിപാടിയിൽ ഇയാൾ 1 മണിക്കൂർ വൈകിയാണ് ആ സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പോൾ അതേക്കുറിച്ച് ഇയാൾ ഈ പരിപാടിയിൽ പറയുന്നുണ്ട്. ഇയാൾ പറയുന്നത്, എനിക്ക് മുൻകൂറായി ഞാൻ പണം വാങ്ങി, പിന്നെ ഞാൻ പറയുന്നതാണ് ടേംസ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അയാളത് അത് ചിലപ്പോൾ അതൊരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കും. പക്ഷെ അത് പറഞ്ഞിട്ട് ഇയാൾ സംസാരിക്കുന്ന ഒരു ഓണാട്ടുകര ഭാഷയിലാണ്. ഓണാട്ടുകര ഭാഷ നമ്മുടെ ഈ അരൂര് മുതൽ കായംകുളം വരെയുള്ള ആലപ്പുഴ റീജിയനിലെ നമ്മുടെ യു ഷൈജുവിൻ്റെയൊക്കെ ഭാഷ. അപ്പോൾ ഈ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഭാഷയ്ക്കൊരു ഒരു വല്ലാത്തൊരു ഒരു ഗ്രാമീണതയുണ്ട്. ആ ഗ്രാമീണതയോടൊപ്പം തന്നെ ആ ഭാഷയിൽ ഈ പറയുന്ന വാക്കുകൾ ധാരാളം വരികയും ചെയ്യും. അതൊരു പ്രശ്നമാണ്. അതെ. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നോക്കി. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര സെലിബ്രിറ്റിയാണ്. അയാളുടെ വീഡിയോസൊക്കെ ധാരാളമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. യൂട്യൂബിലും അയാൾക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇയാൾ പച്ച മലയാളത്തിലാണ് അയാളുടെ വീഡിയോയിലെ എല്ലാ തമ്മിലൊക്കെ നോക്കിയാൽ മലയാളത്തിൽ തന്നെയാണ്. അതിനർത്ഥം അയാളുടെ ടാർഗറ്റ് മലയാളികളാണ്. മലയാളികളായ ബിസിനസ്സുകാരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാവും. അതിൽ അയാളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ ഇയാളുടെ ഒരു ബയോഗ്രഫി കൊടുത്തിട്ടുണ്ട്. ആ ബയോഗ്രഫി പറയുന്നത് ഇയാൾ 2003-2007 കാലഘട്ടത്തിൽ MBA ചെയ്തതാണ്. MBA കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സെയിൽസ് ആയിരിക്കുമല്ലോ അയാളുടെ ഒരു മെയിൻ ഏരിയ. അപ്പോൾ MBA കഴിഞ്ഞിട്ട് ഇയാൾ ബിസിനസ് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു 1.25 കോടിയോളം രൂപ ഇയാൾ നഷ്ടപ്പെടുത്തി. പല കാര്യങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു, പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി തൻ്റെ ഏരിയ സെയിൽസ് ആണ് എന്ന് മനസ്സിലാവുകയും ഒരു സെയിൽസ് കോച്ചായി മാറാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് അയാളുടെ വെബ്സൈറ്റിലെ ബയോ പറയുന്നത്. അങ്ങനെ അയാൾ ചെയ്തു. ഇപ്പോൾ അയാൾക്ക് ഖസാക്കിസ്ഥാനിലാണോ ഉസ്ബെക്കിസ്ഥാനിലാണോ ഒരു യൂണിവേഴ്സിറ്റി അയാൾക്ക് ഡോക്ടറേറ്റും കൊടുത്തിട്ടുണ്ട് എന്നും അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഡോക്ടറേറ്റുകളിലാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ പറയാറുണ്ടല്ലോ, പരാജയപ്പെട്ട കവികളാണ് നിരൂപകരാവുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പരാജയപ്പെട്ട കവികളാണ് നിരൂപകരാവുക. കവിത എഴുതാൻ പറ്റാതെ പരാജയപ്പെടുന്നവർ എന്ത് ചെയ്യും? കവിതകളെ നിരൂപണം ചെയ്യും. സിനിമ എടുക്കാൻ കഴിയാതെ പോയവൻ എന്ത് ചെയ്യും? സിനിമ റിവ്യൂ ചെയ്യും. ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കുക. അതുപോലെ ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റാതെ ബിസിനസ് പൊളിഞ്ഞ ഒരാൾ ബിസിനസ്സുകാരെ മോട്ടിവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നേ മനസ്സിലാക്കേണ്ടുള്ളൂ. പക്ഷെ മോട്ടിവേഷൻ എന്താണ്, നിരൂപണം എന്താണെന്നുള്ള മാറിപ്പോൾ ഇയാൾ ആളുകളെ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. അത് ആളുകളെ പ്രൊവോക്ക് ചെയ്ത് അവരെ ഉദ്ദീപിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അയാൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ സബ്സ്റ്റാൻഡേർഡ് ആണ്. വളരെ മോശം ഭാഷയിലാണ് അയാൾ സംസാരിക്കുന്നത്. ആൾക്ക് കേട്ടിരിക്കാൻ കഴിയില്ല. അപ്പം നമ്മളൊരാൾ വന്നു നിന്നിട്ട് നിങ്ങൾ എന്തോ മാധ്യമ പ്രവർത്തനം അവിടെ നടത്തുന്നത്, തെണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമായിരിക്കും അത്. ആരും കേട്ടിരിക്കില്ലല്ലോ. മോട്ടിവേഷൻ ആണെങ്കിൽ പോലും നമ്മൾ പ്രൊവോക്ക് ചെയ്യാനാണെങ്കിൽ പോലും അങ്ങനെ സംസാരിച്ച് നമ്മളാരും കേട്ടിരിക്കില്ല. ഇയാളുടെ ഒരു മൊത്തത്തിലുള്ള വീഡിയോസും ഇയാളുടെ സോഷ്യൽ മീഡിയയിലെ പ്രസൻസും എല്ലാം നോക്കി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു ചെറുപ്പക്കാരൻ അയാൾ MBA പഠിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, ഇതിൽ പരാജയപ്പെട്ടു പോയി, ബിസിനസ് ചെയ്യാൻ പരാജയപ്പെട്ടു പോയി, സെയിൽസിലും അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നോക്കുമ്പോൾ അയാൾക്ക് കുറേ കാര്യങ്ങൾ തിയറിയൊക്കെ അറിയാം, മാനേജ്മെൻറ്റും ബിസിനസ്സുമായി ബന്ധപ്പെട്ട തിയറി അറിയാം. അത് വെച്ച ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ അയാളൊരു പുതിയ ബിസിനസ് ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ പോലും അയാൾ ജയിക്കുന്നത് എവിടെയാണ്? അയാൾ സോഷ്യൽ മീഡിയയിലെ പ്രസൻസ് പോലും വരുന്നത് കോവിഡിന് ശേഷമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് ധാരാളമായ ആളുകൾ ഈ ഡിജിറ്റൽ കണ്ടന്റ് കൺസ്യൂം ചെയ്തു. അങ്ങനെ സ്റ്റാറായി മാറിയ ഒരാളാണ് അയാൾ.
അയാളെ തന്നെ വിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ബിസിനസ് എന്താണ്? അയാൾക്കുള്ള സ്കില്ല് വെച്ചിട്ട് അയാൾ അത് വിൽക്കുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് താൻ ചെയ്യുന്ന ജോലി എന്താണ്, താൻ ചെയ്യുന്ന ജോലിയുടെ ആ ജോലി, ഞാൻ പറയുന്നത് മോട്ടിവേഷൻ അത്ര മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് നിരാശനാവുകയോ നമുക്കൊരു വഴിയും തുറന്നു കിട്ടാത്തപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന ചില കാര്യങ്ങൾ, പല കാര്യം, ഇപ്പോൾ ഇയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്ന ആളുണ്ടല്ലോ, ഇയാൾ പറയുന്ന കാര്യങ്ങൾ അവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകളായിരിക്കും ഫ്രണ്ടിലിരിക്കുന്നത്. അവർ ബിസിനസ്സുകാരാണ്, അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർക്ക് ആ ബിസിനസ്സിൻ്റെതായ വിസ്ഡം ഉണ്ട്. ആ വിസ്ഡം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അത് ആവശ്യം വരുന്ന എപ്പോഴാണ്? ചിലപ്പോൾ നമ്മൾ മറന്ന് കിടക്കുന്ന ചില കാര്യങ്ങൾ ഇവർ പറയുമ്പോൾ നമ്മൾ ഓർക്കും. അതാണ് ഈ മോട്ടിവേഷൻ്റെ ഒരു ഗുണം. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുകയോ ഫോക്കസ് ചെയ്യാതിരിക്കുക, മറ്റൊരാൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതിലെ പ്രശ്നം എന്താണ്? ഇയാൾ എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇയാൾക്ക് തന്നെ ധാരണയില്ല. ഇയാൾ കവലയിൽ നിന്ന് കൂട്ടുകാരോട് സംസാരിക്കും പോലെ ഒരു സദസ്സിന് മുമ്പിൽ, അതും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിസിനസ് ആളുകളായിരിക്കും വന്നിരിക്കുന്നുണ്ടാവും, അവരുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശം കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പാളിപ്പോയ സ്വയം വിപണന തന്ത്രമായി മാത്രമേ ആ പരിപാടിയെ കാണേണ്ടത്. അല്ലാണ്ട് മോട്ടിവേഷൻ മൊത്തം പ്രശ്നമാണ്, മോട്ടിവേറ്റേഴ്സ് ഒക്കെ മോശമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹേറ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല. മോട്ടിവേഷൻ ചില സമയത്ത് ആവശ്യം വരും. ചിലപ്പോൾ നമുക്ക് മോട്ടിവേഷൻ നമുക്ക് ഉള്ളിൽ തന്നെ കിട്ടും, നമ്മുടെ സുഹൃത്തുക്കൾക്കിടെ കിട്ടും. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയല്ല, നമ്മൾ വെറുതെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മൾ മറ്റുള്ളവരിൽ നമ്മൾ മോട്ടിവേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ മോട്ടിവേഷൻ വേറെ, ഇതൊരു പ്രൊഫഷണൽ മോട്ടിവേഷൻ, അത് ഞാൻ മോശമായിട്ട് കാണുന്നില്ല. പക്ഷെ ചെയ്യുന്ന ജോലി എന്താണെന്ന് മനസ്സിലാവുകയും അതിനോട് നീതി പുലർത്തുകയും അതിൽ സ്വയം നവീകരിക്കാൻ ശ്രമിക്കുകയും വേണം. അല്ലാതെ ഉള്ളിലുള്ള മുഴുവൻ ഫ്രോഡ് പുറത്തു വന്നു കഴിഞ്ഞാൽ ആളുകൾ കൈവച്ചില്ല എന്നുള്ളത് ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. അതെ അതെ, നിഷാദ്, അതാണ് ഈ രീതിയിലാണ് അനിൽ ബാലചന്ദ്രൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികം നാൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ? ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. 3-4 മില്യൺ ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞു. അതിൽ താഴെ കമന്റ് ചെയ്യുന്ന മുഴുവൻ ആളുകളും ഒരാളെങ്കിലും ഇയാൾ ഗംഭീരമായി ചെയ്തു, എന്തിനാണ് ആ പാവത്തിനെ ചീത്ത പറയുന്നതെന്ന് ചോദിക്കുന്നില്ല. കാരണം ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായി അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ അയാളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട വീഡിയോകളുടെ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്താ സംഭവിക്കുന്നതെന്ന്. ഇത് ബിസിനസ്സിൻ്റെ അടിസ്ഥാന പാഠമുണ്ടല്ലോ. എന്താണ്? നിങ്ങളൊരു ക്വാളിറ്റി ഇല്ലാത്ത സംഗതി നിങ്ങൾക്ക് ഒരു പക്ഷേ സെല്ല് ചെയ്യാൻ പറ്റിയേക്കും. എത്ര കാലം നിങ്ങൾ സെല്ല് ചെയ്യും? ഒരു ദിവസം നിങ്ങളുടെ കച്ചവടം പൊളിയും. നിങ്ങളുടെ ക്വാളിറ്റി ഇല്ലാത്ത സംഗതിയാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ആളുകൾ അതിൻ്റെ മായിക വലയത്തിൽ നിന്ന് പുറത്തു വരികയും അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന മൊമെൻറ്റിൽ നിങ്ങളുടെ കച്ചവടം പൊളിയും. അതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു സംഗതി. അതായത് കോഴിക്കോടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപാരത്തിൻ്റെ മഹത്തായ ചരിത്രം നമുക്കറിയാവുന്ന ഒന്നാണ്. അവിടെ വന്നിട്ട് ഈ വ്യാപാര മേഖലയിൽ എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന, അതിൽ സ്കിൽഡ് ആയിട്ടുള്ള, അതിൽ വിജയിച്ച മനുഷ്യന്മാരുടെ മുമ്പിൽ അവർ പൈസ കൊടുത്തിട്ടാണ് കേട്ടോ. 4 ലക്ഷം രൂപയോ മറ്റോ ഇദ്ദേഹത്തിന് കുറച്ച് മണിക്കൂർ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അവരോട് ഇദ്ദേഹം പറയാണ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ പിന്നാലെ എന്തിനു നടക്കുന്നു തെണ്ടികളെ എന്ന് വിളിക്കുകയാണ്. നമ്മൾ ബിസിനസ്സെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന പാഠം കസ്റ്റമർ ഇസ് ദ കിങ് എന്നാണ്. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാണ്, കസ്റ്റമറെ നമ്മൾ പരമാവധി സന്തോഷിപ്പിക്കുക എന്നാണ് ബിസിനസ്സിൻ്റെ വിജയമന്ത്രങ്ങളുടെ അടിസ്ഥാന പാഠങ്ങളിൽ ഒന്നിരിക്കെ കസ്റ്റമർ ഒരു മണ്ണാങ്കട്ടയുമല്ല, കസ്റ്റമർ വെറും വൃത്തികെട്ടവനാണ്, നമ്മളാണ് കിങ്, അവനെ നമ്മൾ പിന്നാലെ കൊണ്ടുവരണം, മറ്റവൻ എന്നൊക്കെ വിളിച്ച്. അപ്പോൾ കസ്റ്റമറാണ് കിങ് എന്ന് വിചാരിച്ചിരിക്കുന്ന, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ബിസിനസ്സിൻ്റെ വിജയമന്ത്രം എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഈ വ്യാപാരം ശരിക്കും ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരോട് പോയി അവരെ തെണ്ടികളെ എന്ന് വിളിക്കുക. ഇയാളുടെ ഈ മോട്ടിവേഷണൽ സംഗതികൾ എടുത്ത് നോക്കി അതിനകത്തെല്ലാം കസ്റ്റമേഴ്സിനോട് ഇയാൾക്ക് തികഞ്ഞ പുച്ഛമാണ്. അവന്മാരെ നമ്മൾ പറ്റിക്കുകയോ ഊറ്റുകയോ എന്തെങ്കിലും ചെയ്ത് നമ്മൾ കോടീശ്വരന്മാരാവണം എന്നാണ് പുള്ള ഒരു അടിസ്ഥാന സിദ്ധാന്തം. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉള്ള ആളുകൾ കച്ചവടത്തെ നോക്കിക്കാണാനും ഏത് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാനും ശേഷിയുള്ള നമ്മളെ എങ്ങനെ പറ്റിക്കണം എന്ന് അവരൊക്കെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല, ക്വാളിറ്റി ബിസിനസ് അറിയാവുന്ന ആൾക്കാരാണ് അവിടെ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന്. മറ്റൊന്ന്, അത് പറയാൻ ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിക്കുക. ദിവ്യയ്ക്കും അജിംസിനും മോട്ടിവേഷൻ തരാൻ ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുകയാണ്. എന്നിട്ട് അജിംസിനോട് ചോദിക്കുകയാണ്, നീ എന്ത് തോൽവിയാടേ എന്ന് പരിഹാസം. വ്യക്തിപരമായി ഒരു മനുഷ്യൻ്റെ പരാജയത്തെ അങ്ങോട്ട് അപഹസിക്കുക. ദിവ്യയോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്തിന് കൊള്ളാം, നിങ്ങൾ പോയി ചാവൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അല്ല. അപ്പോൾ വൃത്തികേടും ആക്ഷേപവും പറഞ്ഞ് മനുഷ്യരെ ആളുകളുടെ മുന്നിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യുക. ഈ പ്രചോദനം എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഉള്ളിലേക്ക് വരിക, നമുക്കൊരു മാറ്റം ഉണ്ടാവുക, അത് കുറച്ചുകൂടി ഒരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി സൈലൻസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ സംഭവിക്കേണ്ട ഒന്നല്ലേ? ആളുകളുടെ വലിയ ബഹളമയത്തിനകത്ത് കൈയടിയും ബഹളവും കൂച്ചയും, അതിനിടയ്ക്കാണോ നമുക്ക് മാറ്റം സംഭവിക്കേണ്ടത്? നമുക്കൊരു പ്രചോദനം, ഒരു തരത്തിലുള്ള മോട്ടിവേഷൻ കിട്ടേണ്ടത്? ഈ മോട്ടിവേഷൻ മൊത്തം ഈ ബഹളങ്ങളുടെ ഒരു അടിസ്ഥാന പ്രശ്നം അതാണ്. അതൊക്കെ ഒരു ഷോ ഓഫാണ്. അതിലെന്തൊക്കെയോ തമാശകൾ പറയുന്നു, എന്തൊക്കെയോ പഞ്ച് ഡയലോഗുകൾ പറയുന്നു, കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഒരു പുളകം തോന്നുന്നു. സത്യത്തിൽ അത്തരം ഒരു ബഹളമയമായ വേദിയിൽ മനുഷ്യന് ആന്തരികമായ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. നമ്മളിതെല്ലാം കേൾക്കും, ഇതെല്ലാം കേട്ട് ഭയങ്കര ഹൈ എനർജിയിലിരിക്കും.
ഈ പരിപാടി കഴിഞ്ഞ് കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ നമുക്ക് നാളെ കൊടുക്കേണ്ട EMI കുറിച്ച് ഓർമ്മ വരും. അപ്പോൾ പ്രചോദനം പോവും. ഈ പ്രചോദനം സത്യത്തിൽ പ്രചോദനം ഒന്നും പറയേണ്ടത് ഇങ്ങനെയല്ല. ഇതൊരു തരം ആളുകളെ ഒരു മായിക വലയത്തിൽ നിർത്തുക, ഷോ ഓഫ് കാണിക്കുക. അതാണ് ഇതിൻ്റെ ബേസിക് പ്രശ്നം. ഞാൻ പറയട്ടെ, നമ്മളതിൽ കുറേ പേര് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടി ഇരിക്കുന്നു. ഞാൻ മോട്ടിവേഷൻ പറയാണ്, ഞാൻ കുറേ സിദ്ധാന്തങ്ങൾ പറയാണ്. ദിവ്യയുടെ പ്രശ്നം ദിവ്യയുടെ മാത്രം പ്രശ്നമാണ്. അതുപോലത്തെ പ്രശ്നമല്ല അജിംസിൻ്റെ പ്രശ്നം, അതുപോലെയുള്ള പ്രശ്നമല്ല ഇവിടെ നിൽക്കുന്ന ക്യാമറമാരുടെ പ്രശ്നം. ഓരോരുത്തർക്കും നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഭൗതിക പ്രശ്നങ്ങൾ വേറെയാണ്, അവരുടെ ആന്തരിക പ്രശ്നങ്ങൾ വേറെയാണ്. അവയ്ക്കെല്ലാം കൂടി ഞാനൊരു പൊതു സിദ്ധാന്തം കൊണ്ട് വെച്ച് വിളമ്പാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോസിറ്റീവ് മിഠായിത്തെരുവിലെ കച്ചവടക്കാരോട് പറയാണ്, പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം പരിഗണിച്ചാൽ മതി, ബാക്കിയുള്ളവനെ പരിഗണിക്കണ്ട. ബാക്കിയുള്ളവനെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പം മിഠായിത്തെരുവിലെ കച്ചവടക്കാരോട് പറയേണ്ടതും ഒരു വലിയ ജ്വല്ലറി ഷോപ്പിൽ പോയി പറയേണ്ട സിദ്ധാന്തവും രണ്ടാണ്. ഇത് ഒറ്റയടിക്ക് പറയാണ്. ജീവിതത്തിന് വേണ്ടി ഒരു പൊതു സിദ്ധാന്തം പ്രഖ്യാപിക്കുക. രാവിലെ എഴുന്നേൽക്കുക, പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. ഇങ്ങനെ എല്ലാവർക്കും പോസിറ്റീവ് ആവാൻ പറ്റില്ല. ഇങ്ങനെ എല്ലാവർക്കും മാറ്റാം. ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഓരോ കച്ചവട മേഖലയും അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഓരോന്നായിരിക്കെ എല്ലാത്തിനും വേണ്ടി ഒരു ഒറ്റ ജാലകം തുറന്നിടുക എന്ന ഏർപ്പാട് തന്നെ മണ്ടത്തരമാണ്. പിന്നെ ഈ മനുഷ്യൻ കച്ചവടത്തിൻ്റെ അടിസ്ഥാന ധാരണ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഫൈനലി അയാൾ പിടിക്കപ്പെട്ടതാണ് കണ്ടത്. അയാളൊക്കെ സിദ്ധാന്തങ്ങൾ, ഇപ്പോൾ അയാളുടെ സമീപകാലത്ത് വലിയ ഇതിൽ വിമർശിക്കപ്പെട്ട ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കാശുള്ളവൻ എന്തിനു പീഡിപ്പിക്കണം? കാശുള്ളവന് പീഡിപ്പിക്കേണ്ട കാര്യമില്ല. കാശുള്ളവന് ഒരു എന്താ പറയുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അയാൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യും. അയാൾക്ക് ആരെയും ഫോഴ്സ്ഫുള്ളി പീഡിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പൈസ ഉണ്ടാക്കുക. ഇതെന്തൊരു മണ്ടൻ സിദ്ധാന്തമാണ്, ഇതെന്തൊരു വൃത്തികെട്ട സിദ്ധാന്തമാണ്. ഇത് പറഞ്ഞ് കൈയടിപ്പിക്കുകയാണ് ആൾക്കാരെ കൊണ്ട്. എന്നിട്ട് ഇത് പറഞ്ഞ് ലക്ഷം അയാളുടെ ഓരോ മണിക്കൂറിന് പൈസ കൂട്ടുകയാണ്. ഈ വക വഷളന്മാർ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും മാതൃകാപരമായ തീരുമാനം കോഴിക്കോട്ടെ കച്ചവടക്കാരെടുത്തു എന്നാണ് നമ്മളിത് കാണാൻ പറ്റുന്നത്. കാരണം എന്താണ്, മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഇയാൾ വരുന്നു, ഇത് ആ മണിക്കൂറിൽ ലക്ഷങ്ങൾ വരെയുള്ള, ഇയാളുടെ പ്രൊഫൈലിൽ പോയാലും ഹൈ ടിക്കറ്റ് സെയിൽസ് എന്നൊക്കെയാണ് പുള്ളി എഴുതിയേക്കുന്നത്. അത്രയും സെയിൽസ് ഉള്ളത്. ഇയാൾ ഒരു മണിക്കൂർ വൈകിയെന്ന് അറിയാം. ഈ ട്രൈപ്പൻ്റെ ഹോട്ടലിൽ താമസിക്കാൻ ഈ വൈകിയത് അയാൾ വിചാരിച്ചത്രയും ആളുകൾ വന്നിട്ടില്ല. വരാത്തതുകൊണ്ട് അയാൾ വന്നു. എന്നിട്ട് അയാൾ പറയാം, ഞാൻ തീറ്റിച്ചു ഇവന്മാരെ. എന്ന ആളുകൾ കച്ചവടക്കാരുടെ മുന്നിൽ നിന്ന് പറയുകയാണ്, ഇവന്മാർ എനിക്ക് പൈസ തന്നു, ഞാൻ ഇവന്മാരെ തീറ്റിച്ചു എന്ന്. അപ്പോൾ എനിക്ക് എന്തുമാത്രം യാഥാർത്ഥ്യബോധത്തോടെയാണ് അയാൾ ആ വേദിയിൽ സംസാരിച്ചത്. അയാൾക്ക് നാളെ നടത്തേണ്ടതെന്ന് പുള്ളി ആലോചിക്കാത്തതെന്നാണെന്നൊക്കെ എനിക്ക് സംശയം തോന്നുന്നത്. എനിവേ, എന്താണ് മോട്ടിവേഷൻ എടുക്കേണ്ടത് എവിടെ നിന്ന് എടുക്കരുത് എന്ന കാര്യത്തിൽ മലയാളിക്ക് ഒരു സാമാന്യമായ ഒരു ധാരണ ഈ എപ്പിസോഡിന് ഉണ്ടായി കാണും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇത്രയും കടുപ്പിച്ച് പറയാൻ കാര്യം, ഇപ്പോൾ ഈ പീഡനത്തിൻ്റെ കാര്യത്തിലടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഗുരുതരമായ അപകടമുള്ളതാണ്. അതിൻ്റെ പ്രശ്നം ഇയാൾ തിരിച്ചറിയുന്നില്ല, തിരുത്തുന്നില്ല എന്നപോലെയുണ്ട്. എന്നിട്ടും ഇത്രയും പൈസ കൊടുത്ത് ഇദ്ദേഹത്തെ കൊണ്ടുവരിക, ആളുകൾ കാണാനിരിക്കുക. കോഴിക്കോട്ട് വിചാരിച്ചത്ര ആൾ വന്നില്ല. കാരണം അതിൻ്റെ സംഘാടകർ തന്നെ പറയുന്നുണ്ട്, ആളുകൾക്കിത് മനസ്സിലായി, സംഗതി മനസ്സിലായി, അതിൻ്റെ പൊള്ളത്തരം മനസ്സിലായതുകൊണ്ട് പകുതി ആളുകൾ വന്നിട്ടില്ല, ആളുകൾ ഗാനമേള കാണാനാണ് വരാനിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ. സോ അതുകൊണ്ട് ഇത്തരം ആളുകളെ അപകടകരമായി സ്വാധീനിക്കുന്ന സകല ആൾക്കാർക്കും ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. യെസ്, ഇവിടെ അനിൽ ബാലചന്ദ്രനോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇങ്ങനെയല്ല മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. തെറി വിളിച്ചോ ചീത്ത പറഞ്ഞോ ഒന്നും ആരെയും മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്തായാലും മോട്ടിവേഷൻ എന്താണ് എന്ന് അനിൽ ബാലചന്ദ്രൻ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറുടെ അടുത്ത് പോയി പഠിക്കുന്നത് എന്തായാലും നന്നായിരിക്കും.